അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ ഞമ്മക്കും ഇവിടെ സുഖമാണ്. അപ്പം ഇന്ന് ഇത് അടുക്കളയിൽ ഉണ്ടാക്കാൻ പോണത് മൈലാഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടിപൊളി അച്ചാറുണ്ട്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ തൃശ്ശൂർ പോയി രാവിലെ പോയതാണ്. 6 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി കുറേ നേരം കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് നമ്മൾ മണ്ണുരുത്തി കാണാൻ പോയിട്ട് അതുവരെയൊക്കെ പോയിട്ട് നമ്മളിത് കാണാതെ പോരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങറാണ് കേട്ടോ. അപ്പം ഞാൻ നിത്യകല്യാണി വാങ്ങാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഓൾക്ക് ഇത് അറിയണ തന്നെ ഇല്ല കേട്ടോ. ഈ ചെടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടേക്ക് എന്താണ് ഇതിന് പറയാമെന്നൊന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. പലയിടത്തും പല പേരും വയ്ക്കാരം. പിന്നെ ഈ ചെടിയാണെങ്കിൽ എളുപ്പം നമ്മളെ നാട്ടിൽ കൊടുന്ന് കുഴിച്ചിട്ടാൽ പോകൂല. ഭയങ്കര വില കമ്മിയാണ് കേട്ടോ. ഒരുപാട് ചെടി വാങ്ങിയിട്ടുണ്ട്. ഇളയച്ചെടിയും കൂടെയാണ് ഞാൻ പോയത്. ശാലും ഞാനും മോനും പോയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. എല്ലാതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഓമക്കായുടെ അച്ചാർ ഇടാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പാലൊക്കെ കൊത്തിയതാക്കി പോയതിൻ്റെ ശേഷം ഞാൻ ഓമക്കായ് കഴുകി തോല് ചെത്തിയിട്ട് കഴുകിയതിൻ്റെ ശേഷമാണ് ഞാനിത് നുറുക്കി വെച്ചത്. നുറുക്കിയിട്ട് 2-3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. കാരണം എന്നാലും ഒരു കേടുമില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കാണ്. തോനെ വെളുത്തുള്ളി ഒന്നും ഇല്ല കേട്ടോ. അപ്പം ആരും വെളുത്തുള്ളി ഒന്നും തോനെ വാങ്ങൂലല്ലോ. അത്രക്കും വിലയാണ് കേട്ടോ. എപ്പോഴേലും ഒരു അച്ചാർ ചോറിന് കൂട്ടാണ്ടെങ്കിൽ അതൊരു ഉസാറ് വേറെ തന്നെയാണല്ലോ. അപ്പം നേരെ ഉണ്ടായിട്ട് ഒന്നും ഉണ്ടാക്കലുണ്ടാവില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം നുറുക്കി വെച്ചു. അങ്ങനെ പല പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാ തിരക്കും കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ചാർ ഉണ്ടാക്കണത്. അങ്ങനെ ഞാനൊരു 5-6 പച്ചമുളക് നുറുക്കിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് അച്ചാറും പൊടി കൊടുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തീയെ പിടിപ്പിച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കാനുള്ള ഉറക്കാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി പൊരിഞ്ഞപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് വല്ലാതെ വാടരുത് കേട്ടോ. വല്ലാതെ മുരിക്കനായിട്ടുണ്ടെങ്കിൽ എരി കിട്ടൂല. അതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കാണാൻ തന്നെ ഇല്ലല്ലേ, വെറും ഇഞ്ചി തന്നെ ഉള്ളൂ കാണാൻ. എന്നാലും 2-3 ഇല്ലി ഉള്ളൂ ഇട്ട് കൊടുത്തിട്ട്. അത് നല്ല മൂത്ത് വരുമ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഒന്നും ഇങ്ങോട്ട് മൂത്തതിൻ്റെ ശേഷം തീ നല്ല കുറച്ച് വെക്കുക. എന്നിട്ട് വേണം നമുക്ക് അച്ചാറും പൊടി ഇടാൻ കേട്ടോ. അച്ചാറും പൊടി 1/2 പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ അച്ചാർ. പിന്നെ ലേസം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് സാദാ മുളക് പൊടിയും പാടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിക്ക് കളറിന് വാണ്ടിങ്ങാണ്ട് കാശ്മീരി മുളക് പൊടി ഒന്നും കൂട്ടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അച്ചാറിൽ ബീട്രൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാനിതാ സുർക്ക പാർന്ന് കൊടുത്തു. സുർക്ക പാർന്ന് കൊടുത്തിട്ട് നല്ല തീയൊന്ന് കൂട്ടി കൊടുക്കുക. ഒരു ചെറിയൊരു തള വന്നോട്ടെ. എന്നിട്ട് വേണം നമ്മളെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തീയൊക്കെ കൂട്ടി കൊടുത്ത് ചെറിയൊരു തള ഇങ്ങനെ വരാനാവുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളെ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചവെള്ളമൊന്നും പാർന്നിട്ടില്ല, വെറും സുർക്കയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിക്കൊക്കെ നല്ല പുളി പൊടിച്ചണല്ലോ. പിന്നെ കയ്പ്പൊക്കെ കയ്പ്പാണല്ലോ. അതിക്ക് നല്ല പുളി പൊടിച്ചാലേ നമ്മൾ അച്ചാർ ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടറിഞ്ഞ് നുറുക്കിയിട്ടുണ്ട്. പിന്നെ അതുമല്ല, അച്ചാറിന് എപ്പോഴും എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി നുറുക്കണതാണ് നല്ലത് കേട്ടോ. ഇപ്പം വലിയ കളറായിട്ടൊന്നും തോന്നണില്ല, പക്ഷെ നല്ല എരിയുണ്ട് കേട്ടോ. പച്ചമുളകും അച്ചാറും പൊടിയും അതുപോലെ തന്നെ മുളകും പൊടി ഉണ്ടായതുകൊണ്ട് നല്ല എരിയുണ്ട്. ഇനി ബീട്രൂട്ടൊന്നും ഇതിൽ കടന്ന് ശരിയാവുമ്പോൾ കളറൊക്കെ ശരിയായി വരും കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ നല്ല ചൂടാറിയിട്ടൊക്കെ ഉണ്ട്. ചെറിയൊരു തള വന്നിട്ടുള്ളൂ. വല്ലാതെ വേവിച്ചരുത്. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ആ വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അച്ചാർ അധികം ആൾക്കും ഇഷ്ടമായി. കാരണം പക്ഷെ ഉണ്ടാക്കണ കാരണം ഭയങ്കര വെറുപ്പ്. അപ്പം 2 ദിവസം 3 ദിവസമൊക്കെ എടുത്തിട്ട് ഇന്ന പോലെ അച്ചാറിടുക. കാരണം ഒരു ദിവസം നുറുക്കുക, പിറ്റേന്ന് നമുക്ക് അച്ചാർ ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മൾ അച്ചാറിൻ്റെ പണി റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അച്ചാർ ഇത് നല്ല കളർ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ചീനച്ചട്ടിയിൽ വെച്ചുങ്ങാണ്ടിരിക്കരുത്. അലുമിനിയം ചീനച്ചട്ടിയിൽ അച്ചാറൊന്നും കൂടുതൽ നേരം വെക്കാൻ പറ്റൂല. നമ്മളെ തടിക്കും കേടാണ്. അപ്പം ഇനി ഇതൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. ഞാൻ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഒരു തൊട്ടിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി അച്ചാറൊക്കെ നല്ല ചൂടാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഓമക്കായുടെ കഷ്ണമായാലും ബീട്രൂട്ടായാലും കയ്പ്പക്ക ആയാലും എന്തായാലും കടിച്ചുമ്പോൾ കടുകടേനെ ഇരിക്കണം. എന്നാലാണ് നമ്മൾ അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കളറ് കണ്ടില്ലേ, നല്ലൊരു കളറായിട്ടില്ലേ. കളറിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പല വക അച്ചാറാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഇതാ മൈലാഞ്ചിയാണ് കേട്ടോ. മൈലാഞ്ചി ഉണ്ടാക്കി വെക്കുകയാണ്. എപ്പോഴേലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടാലോ. നമുക്ക് വാണ്ടുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാലേ ഇടാൻ പറ്റുള്ളൂ. ഇത് ആ സമയത്ത് ഉണ്ടാക്കി ആ സമയത്ത് തന്നെ ഇടലൊന്നും നടക്കൂല. അങ്ങനെ ഞാൻ ഒരു അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിക്ക് ഇത് 2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തു.
2 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലോലൊക്കെ വലിയ ജീരകം ഇടുന്നതാണ്, ഞാൻ ചെറിയ ജീരകമാണ് ഉപയോഗിച്ചല്. പിന്നെ ചിലോല് ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുക്കണോലുണ്ട് കേട്ടോ. എങ്ങനായാലും നല്ല ചോക്കും. പക്ഷെ ഈ മൈലാഞ്ചി നഖത്തുമ്മ ഇടാൻ പറ്റുമോ ഇല്ല എനിക്കറിയില്ല. പൊളിഞ്ഞു പോരുന്നൊന്നുമില്ല. നമ്മൾ സാധാ മൈലാഞ്ചി പോണ പോലെയാണല്ലേ നമ്മളെ നഖത്തുമ്മ ഈ മൈലാഞ്ചി ഇട്ടാൽ പോവുക. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഈ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അന്നൊരു കുട്ടി ചോദിച്ചിരുന്നു ഇത് ഇട്ടാൽ നമ്മളെ നിസ്കാരം ശരിയാവുമോ ഇല്ലയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയല്ലോ, പറഞ്ഞു പോരുന്നതാണെങ്കിൽ നമുക്ക് കേടാണ്, ഇത് പറഞ്ഞിട്ടൊന്നും പോരൂല കേട്ടോ. അങ്ങനെ ഞാൻ നല്ലോണം കുഴച്ചതിൻ്റെ ശേഷം നമ്മളൊരു ചായപാത്രത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മാത്രം ഒഴിവാക്കി അതിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് മേലത് വേറൊരു പാത്രം വെച്ചിട്ട് അതിക്ക് നിറച്ച് വെള്ളം ഇല്ലെങ്കിലും ഒരു 3/4 പാത്രത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ രാവിലെ ചെയ്യണ പണിയാണ് കേട്ടോ. എല്ലാതും ഒപ്പം അങ്ങോട്ട് ചെയ്യാണ്. എനിക്ക് എന്തിനേലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പടി അത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ചെയ്യലും ഇല്ല. അങ്ങനെ അതിൻ്റെ മേലെ ഞാനൊരു അമ്മിക്കുട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുന്താണിത്തെ അമ്മിക്കുട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ആവി വരുന്നുണ്ട് കേട്ടോ, പുകഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ തുറന്നു നോക്കി, അപ്പോൾ അതിക്ക് നീരാവിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതുപോലെ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വന്നിക്കണത്. തീ എത്രത്തോളം കുറക്കാൻ പറ്റുമോ നല്ല കുറച്ചുകൊണ്ട് ആദ്യം ഒന്ന് സ്പീഡിൽ കത്തിക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല ആയിട്ടുണ്ട്. ഇനി ഞാനത് എടുത്തിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ എനിക്കിത് കമ്പി കൊണ്ട് ചൂടോടുക്കാൻ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയും ഇടങ്ങറായി എടുക്കുമ്പോൾ ഇതായിക്കാണ് പോയാലോ. അതിൻ്റെ ശേഷം ഞാൻ നല്ല ചൂടാറിയിട്ട് ഇതാ വീതനമൊക്കെ വെച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കണത്. പാത്രം നല്ല കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് പോവും. പിന്നെ ഇതിൻ്റെ അടി പിടിച്ചത് കമ്പിച്ചകിരി കൊണ്ട് മൂറിയ പെട്ടെന്ന് പോവും കേട്ടോ. നമ്മൾ ആ പാത്രം വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലേശം നേരം വെള്ളം പാർന്നേക്കഞ്ഞ് ഒരു ദിവസം വെള്ളം പാർന്നേച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല വെയിൽ തെറിച്ചിനോടത്ത് കൊണ്ടുപോയി ഒന്നിട്ട് കൗത്തി വെക്കുക, 2 ദിവസം മലത്തിയും വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒന്നൊരു കല്ലുമ്മ വെച്ചിട്ട് കൊട്ടിയിട്ടുണ്ടെങ്കിൽ അടർന്ന് ഇങ്ങോട്ട് പോരും കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഇടണമെന്ന് കരുതിയ വീഡിയോ ആണ്, പക്ഷേ ഇന്നലെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഇതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണത്. ഞാനൊരു 12 മണിക്കൊക്കെ കേട്ടോ എഡിറ്റിങ് നടത്തല്. അപ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് ഇനി ഫ്രിഡ്ജിലാണ് വെച്ചാൽ നമുക്ക് ആവശ്യം നേരത്ത് അതുകൊണ്ട് എടുക്കുക, മൈദപ്പൊടി കലക്കുക, കയ്യുമ്മ ഇടുക, അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് പറ്റിയ അഭിപ്രായങ്ങൾ എഴുതുക, കമൻറ്റ് എഴുതുക. പറ്റുമെങ്കിൽ നിങ്ങളെ കുടുംബത്തിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.